ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ ലാസ്റ്റ് ഗ്രേഡ് മെയിൻസ് മാതൃകാ ചോദ്യങ്ങൾ നോക്കാം. അതിനു മുമ്പ് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം: പനമരം കോട്ടയിൽ വെച്ച് ബ്രിട്ടീഷുകാർ വധിച്ച പഴശ്ശിരാജയുടെ അനുയായി ആര്? പനമരം കോട്ടയിൽ വെച്ച് ബ്രിട്ടീഷുകാർ വധിച്ച പഴശ്ശിരാജയുടെ അനുയായിയാണ് തലയ്ക്കൽ ചന്തു. തലയ്ക്കൽ ചന്തു. 1946 ഐക്യകേരളത്തിനു വേണ്ടി ചെറുതുരുത്തിയിൽ നടന്ന കാര്യാലോചനായോഗത്തിൻ്റെ അധ്യക്ഷനാര്? 1946 ഐക്യകേരളത്തിനു വേണ്ടി ചെറുതുരുത്തിയിൽ നടന്ന കാര്യാലോചനായോഗത്തിൻ്റെ അധ്യക്ഷനാണ് കെ.പി. കേശവമേനോൻ. കെ.പി. കേശവമേനോൻ. അയിത്ത നിർമ്മാർജ്ജനത്തിന് ആക്കം കൂട്ടാൻ കുളി വിപ്ലവങ്ങൾ സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവാര്? അയിത്ത നിർമ്മാർജ്ജനത്തിന് ആക്കം കൂട്ടാൻ കുളി വിപ്ലവങ്ങൾ സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് കുമ്പളത്ത് ശങ്കുപ്പിള്ള. കുമ്പളത്ത് ശങ്കുപ്പിള്ള. ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാര്? ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യ. 90-ാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നത് എന്താണ്? ഊരൂട്ടമ്പലം ലഹള. ഊരൂട്ടമ്പലം ലഹള 90-ാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നു. പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്കു വേണ്ടി മാത്രമായിരുന്നില്ല എന്ന് പരാമർശിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ രചനയേത്? പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്കു വേണ്ടി മാത്രമായിരുന്നില്ല എന്ന് പരാമർശിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ രചനയാണ് പ്രാചീന കേരളം. പ്രാചീന കേരളം. കേരളത്തിൽ കണ്ടൽ തീം പാർക്ക് എവിടെയാണ്? പാപ്പിനിശ്ശേരി. കേരളത്തിൽ പാപ്പിനിശ്ശേരിയിലാണ് കണ്ടൽ തീം പാർക്ക്. 1973 ഏത് സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്തു പ്രവർത്തിച്ചത്? 1973 ഏത് സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്തു പ്രവർത്തിച്ചത്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടേൽ. ചുണ്ടേൽ. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. കാൽസിട്ടോണിൻ. രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗമേത്? രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഗൗട്ട്. ഗൗട്ട്. നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമാകുന്നതിനെ തുടർന്ന് ഉണ്ടാകുന്ന രോഗമേത്? നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമാകുന്നതിനെ തുടർന്ന് ഉണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ. ഇടുപ്പെല്ലിലെ സന്ധി ഏത് തരത്തിൽപ്പെട്ടതാണ്? ഇടുപ്പെല്ലിലെ സന്ധി ഗോളര സന്ധി. ഗോളര സന്ധി. വന്ദേമാതരം ആലപിക്കപ്പെട്ട ആദ്യത്തെ രാഷ്ട്രീയ സന്ദർഭമേത്? 1896 കോൺഗ്രസ് സമ്മേളനം. 1896 കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സോഷ്യലിസത്തിലധിഷ്ഠിതമായ വ്യവസ്ഥിതി തീരുമാനിച്ച ആവടി സമ്മേളനം നടന്ന വർഷമേത്? 1955. 1955 സോഷ്യലിസത്തിലധിഷ്ഠിതമായ വ്യവസ്ഥിതി തീരുമാനിച്ച ആവടി കോൺഗ്രസ് സമ്മേളനം നടന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? PC മഹലനോബിസ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി PC മഹലനോബിസ്. അടയാർ ആസ്ഥാനമാക്കി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതാര്? അടയാർ ആസ്ഥാനമാക്കി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റ്. ആനി ബസന്റ്.
ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ബീർബല എന്നറിയപ്പെട്ട അസമീസ് വനിതയാര്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ബീർബല എന്നറിയപ്പെട്ട അസമീസ് വനിതയാണ് കനകലത ബറുവ. കനകലത ബറുവ. ഇന്ത്യയുടെ മൂന്നാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ബാലസോർ. ഇന്ത്യയുടെ മൂന്നാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ബാലസോർ. പരമവീര ചക്രം രൂപകൽപ്പന ചെയ്തതാര്? സാവിത്രി ഖനോൽക്കർ. സാവിത്രി ഖനോൽക്കർ ആണ് പരമവീര ചക്രം രൂപകൽപ്പന ചെയ്തത്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏത്? വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ്. ഗ്രാമസഭകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി 73. ഗ്രാമസഭകൾ നിലവിൽ വന്നത് 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ എത്രാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണനയ്ക്ക് എടുക്കുന്നത്? 3-ാം അധ്യായം. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ 3-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണനയ്ക്ക് എടുക്കുന്നത്. മേശപ്പുറത്തുപയോഗിക്കുന്ന ദേശീയ പതാകയുടെ അളവെത്ര? 150 മില്ലിമീറ്റർ നീളം, 100 മില്ലിമീറ്റർ വീതി. 150 മില്ലിമീറ്റർ നീളവും 100 മില്ലിമീറ്റർ വീതിയുമാണ് മേശപ്പുറത്തുപയോഗിക്കുന്ന ദേശീയ പതാകയുടെ അളവ്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം 1950. 1950-ലാണ് ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്.